നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സംഗീതനം സംഗീതനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. പൂമാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം ഗോപുരം നീളെ. ഒരു സേർട്ട് തരുമോ? സ്കൂൾ ഏരിയ കൊണ്ട് സിഗരറ്റ് ഇല്ല ചേട്ടാ. എന്നാ ഒരു നാരങ്ങളുണ്ടോ? ചേട്ടൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുമോ? ഇവിടെ ഒരു അരുണിനെ അറിയാമോ? ആ കേസിൽ പെട്ട് അകത്ത് പോയ പയനല്ലേ? സത്യം പറ, സാർ സി ഡി അല്ലേ? എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. തനിക്ക് ആ അരുണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമോ? സംഗീതമേ. ഈ അരുണിന്റെ സംഭവം നടക്കുന്നതിന് 2 മാസം മുമ്പ് നിധി, ആഹാ കൊള്ളാലോ. എന്നെ കെട്ടിക്കാറായി. അച്ഛൻ ഇപ്പോഴും ഡൈയൊക്കെ അടിച്ചു നിന്നോ? എടി മോളെ, ഞാനൊരു 10-20 കൊല്ലം ഗൾഫിലായിരുന്നു. അന്നാ എനിക്കൊന്നും പറ്റിയില്ല. ഇനിയെങ്കിലും ഞാൻ ഒന്ന് ചെത്തട്ടറി. നിന്റെ അമ്മ അറിയണ്ട കേട്ടാ. അമ്മ എവിടെ അച്ഛാ? അവൾ അടുക്കള ഉണ്ടടി. നിനക്കൊന്ന് കോളായി പോണ്ടേ? പോണോ അച്ഛാ? ആ, എന്നാ പോയി വല്ലതും വാങ്ങിച്ച് കഴിക്ക്. ആ ശരി. ആ പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അപ്പച്ചിയെ കണ്ട്. എന്നിട്ട് അച്ഛനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ, ഞാൻ പോയി കണ്ടോളാം. നിന്റെ ഫോണിലേക്ക് കുറേ നേരമായിട്ട് അരുണിമയെന്ന് പറയുന്നൊരു കൊച്ചു വിളിക്കുന്നു. ഞാൻ എടുക്കുമ്പോൾ ഒന്നും മിണ്ടത്തില്ല. ആരാടിയത്? അതമ്മയ്ക്ക് അറിഞ്ഞൂടെ, എൻ്റെ ഒരു CBSEക്ക് പഠിച്ച കൊച്ച. ആ അരുണിമേ, ഞാൻ അമ്പലത്തിൽ പോയെന്നടി. ആ ആ പറയടാ. ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? എടാ ഞാൻ അമ്പലത്തിൽ പോയെന്നടാ. അമ്മയാണ് ഫോൺ എടുത്ത്. ആ, നീ ഇന്ന് കോളേജിൽ വരുന്നില്ലേ? ആ ഞാൻ വരും, ഇപ്പൊ വരും. നമുക്ക് അവിടെ വെച്ച് കാണാവേ. ആ, പെട്ടെന്ന് വാ. പിന്നെ എവിടെ പോയി? അവ മീൻ കച്ചവടത്തിന് പോയി. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? അത് ചേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാ ഇത് വെച്ചോ, പാടം കൊടുക്കണം കേട്ടാ. ഓ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കണേ. ആ ഞാൻ ഇറങ്ങട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം പോലും. ഓ, അത് സാരമില്ല. ആടാ. ആ മാമ, നിന്റെ മീൻ ബിസിനസ് ഒക്കെ എങ്ങനെ പോണ്ടാ? ആ കുഴപ്പമില്ല മാമ. ഇന്നത്തെ കഴിഞ്ഞ? ആ കഴിഞ്ഞു മാമ. ആ ആ, നിധി അവിടെ ഇല്ല മാമ. അവളവിടെ ഉണ്ടാ, കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. അവളെ ഇനിയിപ്പോൾ എൻട്രൻസിന് വിട്ടിട്ട് MBBSന് വിടണം. അവളെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പറയണം കേട്ടോ. അമ്മയെ നല്ലോണം നോക്കിക്കൊള്ളണം. പോട്ടെ പോട്ടെ മാ.
ശരിടാ. മാമ എന്തിനാ വന്നത്? എടാ അതെ, വാടക കൊടുക്കാൻ വേണ്ടി ചേട്ടനോട് ഇച്ചിരി പൈസ ചോദിച്ചിരുന്നു, അതും കൊണ്ട് വന്നതാ. നിങ്ങൾ എന്തിനാ മാമൻ്റെ കൈ പൈസ ഒക്കെ പിടിക്കുന്നത്? ഞാൻ ഈ രാവിലെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നൊക്കെ എന്തിനാ വെറുതെ? എടാ മോനെ, നീ മാത്രം ഇങ്ങനെ ജോലിക്ക് പോകുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. അമ്മയ്ക്കൊരു ജോലിക്ക് പോകാനുള്ള ആവതില്ലിപ്പം. അതെൻ്റെ ചേട്ടനല്ലടാ, സാരമില്ല. അമ്മ വിഷമിക്കണമ്മ, നമ്മുടെ ഈ കഷ്ടപ്പാടെല്ലാം മാറുമ്മ. നോക്കൂ, മതി മോനെ, അമ്മയ്ക്ക് മതി. അമ്മയ്ക്ക് ഗുളിക കഴിക്കാനുള്ളതല്ലേ, ഇതും കൂടെ കഴിക്കേ. ചേട്ടനായിരിക്കും മോനെ, പോയി വാതിൽ വറക്ക്. അച്ഛാ, ചേട്ടൻ ഇന്നും കള്ളു കുടിച്ചിട്ടാ വന്നേക്കുന്നേ. സാർ ഇന്നും 4 കാലിലാണല്ലോ. അതൊരു കൂട്ടേണ്ട പാർട്ടി ഉണ്ടായിരുന്നു. നിനക്കെന്നും പാർട്ടി? എടാ, നീയൊന്നും ഒരിക്കലും നന്നാവൂല. ആരാ മോനെ, ചേട്ടനായിരുന്നു? ആ ചേട്ടൻ തന്നെ, ഇന്നും 4 കാലിൽ തന്നെയാ വരവ്. എന്ത് ചെയ്യാനാ ചേട്ടാ, ഞാനിങ്ങനെ കിടപ്പിലായത് കൊണ്ടായിരിക്കാം അവനിങ്ങനെ വഷളായിപ്പോയത് അല്ലേ? അതൊന്നും അല്ലടി, അവനിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അവൻ നമ്മളെ കൈവിട്ടു പോയി. മോനെ, നീ ചേട്ടനെ കണ്ട് പഠിക്കരുത്. നിന്നിലാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രതീക്ഷ. അതെ മോനെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായി ഒരു ജോലി മേടിക്കും. എന്നിട്ട് അച്ഛനെ അമ്മേനെ ഞാൻ നോക്കും. ആ, പോടാ. ആ അമ്മ ഇവനെന്നെ ശല്യപ്പെടുത്തുന്നു. ചേച്ചിയുടെ റീൽസ് എന്തുവാടാ, എന്തുവാ പ്രശ്നം? ഇവൻ എന്നെ ശല്യപ്പെടുത്തുന്നു. ഡാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണിനെ ശല്യപ്പെടുത്തരുതെന്ന്. ഇനി വാടാ, നീ പറഞ്ഞ ഒരു പൊടി അനുസരിക്കത്തില്ല അല്ലേ? അനുസരിക്കത്തില്ല അല്ലേ? ഞാനല്ലമ്മ, ചേച്ചിയാണ്. അമ്മ എന്നെയാണ് എന്ന് അടിക്കണ. നീ പോടി ചേച്ചി. നിന്റെ മീൻ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? എന്തളിയാ അങ്ങനെ പോണളിയാ? നിന്റെ പ്രണയിനി എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് ഡോക്ടർ ആവാൻ പോണെന്നൊക്കെ പറയുന്ന കേട്ട്. അളിയോ, ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അളിയാ. നീ മീനും വിറ്റ് സ്വപ്നം കണ്ട് നടന്നോ? ഇത് വല്ലോ അവക്കറിയാവോ? എടാ, ഒന്ന് സൂചിപ്പിച്ചൂടെ? ഒന്നുമില്ലെങ്കിൽ നിന്റെ മുറപ്പെണ്ണല്ലേ? വേണ്ട, അവള് പഠിച്ചോട്ടെ. മീൻ വിറ്റ് നടക്കുന്ന നീയും ഡോക്ടർ ആവാൻ പഠിക്കുന്ന അവളും. അളിയ, ഇത് വല്ലോ നടക്കൂ? പോരാത്തതിന് നിന്റെ ഈ വീക്കും. നിന്നെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാടാ? നീ അങ്ങനെ പറഞ്ഞു കളയിലളിയാ. അന്നും ഇന്നും എന്നെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടളിയാ. അതാരി? എൻ്റെ അമ്മളിയാ. നിനക്ക് ഫീലായ? പണ്ട് കുട്ടിക്കാലത്തെ ടീച്ചർ പറയും എണീറ്റിന്ന് പാരഗ്രാഫ് വായിക്കാൻ. ഞാനത് വായിച്ച് വരുമ്പോൾ പീരീഡ് തീരൂടാ. പിള്ളേരൊക്കെ കളിയാക്കലും എന്താ പറയാ, ആകെപ്പാടെ. എങ്ങനെയാണേലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർമാരുണ്ടല്ലേ. പണ്ട് കഥാപ്രസംഗത്തിന് എനിക്ക് 1ാമത് കിട്ടിയപ്പോൾ ജില്ലാ തലത്തിൽ എന്നെ വിട്ടില്ല. കാരണം 2nd കിട്ടിയ ഒരുത്തിന് വിട്ട്. ഞാൻ വിൽക്കണല്ല. എന്നാലും ഞാനൊരു മനുഷ്യനല്ല. സോറിയടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാടാ പറഞ്ഞത്. നീ ഇനിയെങ്കിലും അവക്കൊരു സൂചനയെങ്കിലും കൊടുക്കണം. എനിക്കറിയടാ, നീ ചുമ്മാ പറഞ്ഞാണെന്ന്. കുട്ടിക്കാലം മുതലേ അവള് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു.
അവൾക്കറിയുമെന്നാണ് എനിക്ക് തോന്നണത്. പക്ഷേങ്കിൽ മരിക്കും മുമ്പ് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവളെ എൻ്റെ പെണ്ണാ. പിന്നെ അച്ഛൻ പറയായിരുന്നു, ഏതൊന്നിനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തന്നെ എത്തുന്നു. എന്തായാലും നിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിനൊരു ആശ്വാസം. അമ്മ തന്നെയുള്ളൂ. ഞാനെങ്കിൽ പോട്ടെ. പിന്നെ ഇത്തിരി മീനുണ്ട്. ശരിയടാ, ഓക്കെ. പിന്നെ ഇന്നലെ ആ സുമേഷ് നിന്റെ ലൈൻ താ പോണളിയാ കയറി മുട്ടളിയാ. ആഹാ, ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? അമ്മയ്ക്ക് വീട്ടിൽ നല്ല സംശയം ഉണ്ടടാ. ഞാൻ പറയണോ? എന്നാലും അറിയാവുള്ളതല്ലേ. ചെന്ന് പറഞ്ഞാ മതി. ഹലോ, എന്താ പേര്? വീണ. എവിടെയാ സ്ഥലം? വെമ്പായം. വെമ്പായ. എന്താ വർക്ക് ചെയ്യുന്നോ? പഠിക്കുക. എന്നാ ശരിയടി, ഞാൻ വിളിക്കാം. ഓക്കേടാ. മനസ്സിൽ നിറയും പാട്ടിൻ ഈണം, കീനാവിൻ്റെ മേടയിലായിരം പൂക്കാലം വന്നു പറന്നെത്തി വനശലഭമായ ഇന്നെന്തരാത്മാവിൽ കുളിരും പുതുമഴയായി നീ എന്നരിൽ, ഇന്നെന്തരാത്മാവിൽ പുതുമഴയായി നീ എന്നരികിൽ. അനുരാഗദേവതേ പ്രിയതരമോദാൻ കാത്തിരിപ്പു ഞാനീ കൽപ്പടവുകളിൽ. അനുരാഗദേവതേ പ്രിയതരമോദാൻ കാത്തിരിപ്പു ഞാനീ കൽപ്പടവുകളിൽ. നീ എൻ നിശ്വാസനിധിയല്ലേ, ജന്മാന്തരങ്ങളിൽ വിധി ചേർത്തതല്ലേ, എന്നിട്ടും നീ വൈകുന്നതെന്തേ? എൻ ജീവനിൽ തേനായി നിറയാ അകലെ പതിയാരു മൂടുന്നു, മനസ്സിൽ നിറയും പാട്ടിൻ ഈണം, കീനാവിൻ്റെ മേടയിലായിരം പൂക്കാലം വന്നു പറന്നെത്തി വനശലഭമായ എന്നന്തരാത്മാവിൽ കുളിരും പുതുമഴയായി നീ എന്നരികിൽ. Give me stuff. This money is not enough for this stuff. I want more.
More. Get him. Okay. Okay, bye. Thank you. ആ ഫോൺ അടിക്കുന്ന ആ ഫോൺ എന്ന് പറഞ്ഞ അരുണേ. എടീ ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ നിന്നെ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അളി എനിക്ക് സാധനം ഇല്ലാത്ത എന്തോലെ നിന്റെ കയ്യിൽ എന്തായാലും ഉണ്ടാക്കി അടി. മച്ചനെ സാധനം ഞാൻ തരാം. ഒരുപാട് പൈസ പെൻഡിങ് ഉണ്ടല്ലേ. പിന്നെ ഞാനിത് അന്യായ വില കൊടുത്തൊടിച്ച സാധനമാണ്. അടുത്ത പ്രാവശ്യം ഡീൽ ചെയ്തിരിക്കണം. ഓക്കെ, പൈസയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, നീ സാധനം എടുക്കും. എന്നാ എടീ ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ ഞാൻ. പിന്നെ ഒരത്യാവശ്യ കാര്യം പറയാനാണ് നിന്നെ കാണാൻ വന്നത്. പറയടാ. എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നതായിരുന്നു നിനക്കറിയില്ല. അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ഒന്ന് മറിച്ച് തരണം പൈസ പ്ലീസ്. പറ്റില്ലോ എന്ന് പറയരുത്, അത്രയ്ക്ക് അത്യാവശ്യമാണ്. ശരി, നോക്കാം. ശരിടാ, ഞാൻ വിളിക്കാവേ. അമ്മ. ആ ഇന്ന് നേരത്തെ വന്നോ? ഓമ്മ ഞാൻ ഇത്തിരി എടുത്തോളൂ മീൻ. അമ്മ പിന്നെ ഞാൻ മീൻ വിറ്റിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്കേ നിധിയെ കണ്ടായിരുന്നു. ഡാ എന്നിട്ട് നീ അവളോട് വല്ല സംസാരിച്ചോ? ഇല്ലമ്മ, ഞാൻ ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ. അമ്മ, കുറേ നാളുകൊണ്ട് അമ്മയുടെ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കണ്. ഡാ എനിക്കറിയാം നിനക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ. അത് അമ്മയ്ക്ക് ഇങ്ങനെ അറിയാം? എനിക്കതൊക്കെ അറിയാം. നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ഇഷ്ടമാണെന്ന്? ഇല്ലമ്മ, ഞാൻ എങ്ങനെയമ്മ പറയണത്? ഞാൻ ഈ വിൽക്കും വെച്ചോണ്ട് അവക്ക് എന്നെ ഇഷ്ടപ്പെടും തോമ്മ. നീ ഇങ്ങനെ പറയാതെ വെച്ചോണ്ടിരുന്നു, ആമ്പിള്ളേർ കെട്ടിക്കൊണ്ട് പോവും അവളെ. നീ എന്തിനാണ് മോനെ വിഷമിക്കുന്നേ? നീ ഒരു ആൺകുട്ടിയല്ലേ, ധൈര്യമായിട്ട് പോയി പറയടാ അവളോട്. പറയാമ്മ, ഞാൻ പറയാം. എടി മോളെ, നീ ഉടനെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം കേട്ടാ. നിന്നെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കാനാ അച്ഛൻ ഈ ഗൾഫിൽ പോയി കിടന്ന് ഈ പാടെല്ലാം പെട്ടത്. നീ ഒരു ഡോക്ടറെ കാണാനാ അച്ഛൻ്റെ അനിയൻ്റെ ഈ അമ്മയുടെ എല്ലാ ആഗ്രഹം. ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. എനിക്ക് LLBക്ക് പോകണം, എനിക്കൊരു വക്കീലാവണം. അങ്ങനെയല്ലല്ലോ നമ്മൾ മുമ്പ് തീരുമാനിച്ചിരുന്നത്. പിന്നെ ഇപ്പം എന്താ നിനക്കൊരു മാറ്റം? അപ്പോൾ എൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ എങ്ങനെ? ഇപ്പൊ എന്തോ ആ തീരുമാനം മാറ്റാനുള്ള കാരണം? അതിന്റെ കാരണമാ ഞങ്ങൾക്ക് അറിയേണ്ടുന്നത്. എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇവക്കാരന്റെ കൂടോത്രം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. എടി, അവളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പ്രായമാണ്, അല്ല നിന്റെ കൂടോത്രം പുല്ലൊന്നും അല്ല. എന്തായാലും ഞാൻ രാവിലെ ഒന്ന് സംസാരിച്ച് നോക്കാം. ആ വിനയൻ ചേട്ടൻ ഇന്ന് അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാത്തോ? ആ, എന്തിന്? നിന്നോടൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ട് കുറെ നാളായി. ചേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞോ? കുറെ കാലമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടോ? ഞാൻ ചേട്ടനെ അങ്ങനൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഇഷ്ടമെല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ ചേട്ടനെ ഇഷ്ടപ്പെടേണ്ടത്? നേരെ സംസാരിക്കും പോലും അറിയാതെ.
എന്താടാ? ഡീ ഞാൻ പറഞ്ഞ പൈസ റെഡിയാ. എടാ പൈസ ഇല്ലടാ, പകരം എന്റെ അച്ഛൻ ഗിഫ്റ്റായിട്ട് എന്നൊരു മാലയുണ്ട്, അത് നീ കൊണ്ടുപോയി എന്തേലും ചെയ്യട്ടോ. താങ്ക്സ് എടി. ഓക്കേടാ, എന്നാ ഞാൻ പോട്ടെ. ശരി. എവറാ എൻ്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്? വരും, അവൻ വരുമെന്നാണ് പറഞ്ഞത്. ദാടാക്കി നിങ്ങളുടെ പൈസ, ഇനി സാധനം തരാല്ലേ? സാധനം കൊടു. അച്ഛാ, PTA ഫണ്ടിന് പൈസ കൊടുക്കണം. എടീ പേഴ്സിന്ന് അവന് പൈസ എടുത്തു കൊടു. ദാ മോനെ. ശരിടാ. ശരി മോനെ. മോളെന്തേടി? അവളകത്താൻ കണ്ടുണ്ട്. ആരത്? പരിചയമില്ലാത്തൊരാള്. അവളുടെ കോളേജിൽ നിന്ന് കണ്ടാന്ന് തോന്നുന്നു. മാധവൻ നായരും മായയല്ലേ? ഇത് നിധിയുടെ വീടല്ലേ? അതെ. നമ്മളെങ്ങനെ അറിയാം? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കയറിയിരിക്കെ. ആ സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എവിടെന്നാ? എൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ്. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ കുടിക്കാൻ? അയ്യോ, സംസാരത്തിനിടയിൽ അത് മറന്നുപോയി. എടി ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തോളൂ. ശരി ഏട്ടാ. വളരെ ഗൗരവമായൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പേടിക്കാനൊന്നുമില്ല, എന്നാൽ പേടിക്കാനുണ്ടും താനും. എന്തായാലും നിങ്ങൾ കാര്യം പറ. നിങ്ങളുടെ മകൾ നിധിയും എൻ്റെ മകൻ അരുണും തമ്മിൽ ഇഷ്ടത്തിലാണ്. വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുത്. നീ മിണ്ടായിരടി. അല്ല പിന്നെ സഹോദരി, ഒരു വീട്ടിൽ കയറി വന്ന് സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ അച്ഛൻ്റെ മനോവിഷമം എന്തായിരിക്കും? ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു. അവിചാരിതമായി അവൻ്റെ മൊബൈലിൻ്റെ കിട്ടിയപ്പോഴാണ് നിങ്ങളുടെ മകളുടെയും എൻ്റെ മകൻ്റെയും ഫോട്ടോ അതിൽ കാണുന്നതും അവരുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും. അവൻ ആള് ശരിയല്ല. അവൻ മയക്കുമരുന്നിന് അടിമയാണ്. ഇക്കാര്യം നിങ്ങളെ മകളെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇതൊരച്ഛൻ്റെ അപേക്ഷയാണ്. ശരി. എന്താ നമ്മളെ മോളെ കുറിച്ച് പറഞ്ഞിട്ട് പോയത്? നീ വിഷമിക്കണ്ട, ഇത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. നീ ഇത് ആരുടെയും പറയണ്ട. ഇല്ല, ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ. വാ. ഒരു വെള്ളം. ഒരു മിനിറ്റ്. പറ, എന്നിട്ട് ബാക്കി പറ. പറയാം. ഇല്ലടാ. ഞാൻ പിന്നെ വിളിക്കാവേ. ആരടി അരുൺ? അവന് നിനക്ക് എന്താ ബന്ധം? അത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഇഷ്ടമോ? എന്തിഷ്ടം? ഞാൻ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, അത് ഈ പ്രായത്തിൽ തോന്നുന്ന ഒരുതരം അട്രാക്ഷനാ. മോൾ ഒന്നുകൂടെ ചിന്തിക്കണം.
ഓ അവന്റെ ഇഷ്ടമായിരിക്കും വക്കീലാവണോന്ന്. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ കെട്ടു. നീ എന്തോ പറഞ്ഞടി? എടി എടി മതി 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 മോളെ റൂമിലോട്ട് പോ. നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കുന്നത് ഞാനങ്ങോട്ട് ചെല്ലട്ട്. എടി എടി സന്ദർഭോചിതമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മോളെ തന്നെ നഷ്ടപ്പെടും. ഞാൻ നാളെ അവളെ നന്നായി ഒന്ന് ഉപദേശിക്കാം. നീ സമാധാനമായിട്ടിരിക്കും. എടി മോളെ, അച്ഛൻ നിന്റെ അടുത്ത് ഒരു ഫ്രണ്ടിനെ പോലെയാണ് പെരുമാറുന്നത്. ഇപ്പം എൻ്റെ മോക്ക് ഇങ്ങനെയൊക്കെ തോന്നും. അത് ഈ പ്രായത്തിൻ്റെയാണ്. നീ ഇപ്പം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പറഞ്ഞത് കേട്ടാ? അത് കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ മേടിക്കുമ്പം നിങ്ങളുടെ പ്രണയം നിലനിൽക്കുന്നെങ്കിൽ ഈ അച്ഛൻ നടത്തി തരും നിങ്ങളുടെ കല്യാണം. അതുവരെ എൻ്റെ മോളെ എടുത്തിയാടി ഒന്നും ചെയ്യരുത് കേട്ടാ? അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ മോക്ക്? ശരി അച്ഛാ. മച്ചാനെ, ഇവൻ പ്രേമിക്കുന്നത് ക്യാഷുള്ള വീട്ടിലൊരു പെൺകുട്ടിയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പെമ്പിള്ളരെ ഇറക്കി ഇവനെ നമുക്ക് ട്രാപ്പിലാക്കി കുറച്ച് ക്യാഷ് തട്ടാം. എങ്ങനെയുണ്ട് മച്ചാനെ? ഓക്കെ ഓക്കെ. ആ ഹലോ. എന്താടാ? അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ കൂട്ടുകാരന്മാർ എന്നെ പെടുത്തിയൊക്കെയാണ്. എടാ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇതിന്റെ പോക്ക് ശരിയല്ല. നിന്റെ കൂട്ടുകാട്ടും ശരിയല്ല. അച്ഛാ, അവന്മാർ എന്നെ പെടുത്തിയതാണ്. അമ്മ നീക്കങ്ങളെല്ലാം എന്റെ ഫോണിലുണ്ട് തെളിവായിട്ട്. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. നീ ഒരു കാര്യം ചെയ്, നിന്റെ മൊബൈലിൽ കിടക്കുന്ന ആ വീഡിയോ എനിക്ക് അയച്ചാ, തെളിവായിട്ടുള്ള വീഡിയോ. എന്നിട്ട് നീ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴട. നിന്നെ അവിടുന്ന് ഞാൻ ഇറക്കിക്കോളാം. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ അയക്കാം. അരുൺ അറസ്റ്റിലായി. എടി എടി മോളെ നിധി, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നീ ഇത് കണ്ട? നിന്റെ അവനില്ലേ അരുണ്, അവൻ മയക്കുമരുന്നിനും പെൺപാണിപ്പത്തിനും അറസ്റ്റിലായെന്ന്. ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലേ? നിന്റെ അമ്മയെ കൊണ്ട് കാണിക്ക്. അമ്മേ, The number you are trying to call is currently not reachable. Please try again later. എടി നിക്കി, ഞാൻ പറയട്ടെ. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ? ഞാനല്ല അത് ചെയ്തത്. പ്ലീസ് നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്റെ ഒരു കാര്യം എനിക്ക് കേക്കണ്ട. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. പ്ലീസ് എടി. നിന്നെ എനിക്കിനി വേണ്ട. ഐ ഹേറ്റ് യു. മാറങ്ങോട്ട്. നീ ഇനി ആരെ നോക്കണ്ട. എടാ മോനെ, നീ എവിടെ പോന്നടാ? അത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. അമ്മയോടൊന്ന് പറഞ്ഞിട്ട് പോടാ. അത് ഞാൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോവാ. അമ്മ നോക്കണേ. ശരി ഏട്ടാ. വിളിക്കണേടാ. എവിടെ പോണ്ട എത്ര ധൃതിയില്? അത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ.
ആരെന്നെ തിരക്കി വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാം. നീ എന്ത് പണിയൊപ്പിച്ചിട്ടാ പോണത്? ഏ ആ നിധിയുടെ റിലേറ്റീവ്സിനെ ഒന്ന് വിളിച്ച്. ഓക്കെ ഡോക്ടർ. ഡോക്ടറെ, എൻ്റെ മോക്ക് എങ്ങനെയുണ്ട്? കൃത്യസമയത്ത് ഫസ്റ്റ് എയ്ഡ് നൽകി കൊണ്ടുവന്നതുകൊണ്ട് ആന്തരികമായ പൊള്ളലൊന്നും ഏറ്റിട്ടില്ല. ആ കുട്ടി ഇപ്പോഴത്തെ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും നല്ല കെയർ കൊടുക്കണം. പൊള്ളലേറ്റ മുഖം ആ കുട്ടി കാണണമെന്ന് പറഞ്ഞാൽ തൽക്കാലം കാണിക്കരുത്. വീണ്ടും അത് വലിയൊരു ഷോക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ക്രമേണ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യാം. എന്തായാലും ഇവനോട് തീർത്താ കടപ്പാടുണ്ട്. ഇവനാണ് തക്ക സമയത്ത് അവളെ ആശുപത്രി കൊണ്ടുവന്നത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് വേണ്ടത് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ? ശരി ഡോക്ടർ. ആ പുള്ളിക്കാരനെ ഞാൻ വിളി. സാർ. സാർ വിളിക്കുന്നു. അവനെ കൊണ്ട് വലിയ ശല്യമാണല്ലേ? അതെ സാർ. നമുക്ക് വേണ്ടത് ചെയ്യാം. ശരി സാർ. ആ അവനെ ഞാൻ കൊണ്ടോ. സാർ. ഇറങ്ങാടാ. സാറേ എന്നും വൈകുന്നേരം ആകുമ്പോൾ വെള്ളം അടിച്ചിട്ട് വന്ന് എന്നെ ചീത്ത വിളിക്കും. ഇങ്ങോട്ട് നീങ്ങിക്കടാ. നിനക്ക് വലിയ കുഴപ്പമൊന്നുണ്ടല്ലേ? നിന്റെ അച്ഛൻ്റെ പ്രായമില്ലടാ അദ്ദേഹത്തിന്. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിയാണ്. ഇനി മേലെ നിന്നെ പറ്റി ഒരു പരാതി ഇവിടെ കേൾക്കരുത്. ശരി സാർ. ഇവൻ്റെ എല്ലാം എഴുതി മേടിച്ചിട്ട് അവനെ വിട്ടാരെ. ഓക്കെ സാർ. ആ വാ. ആ ഇനി അവൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാകാൻ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ശരി സാറേ, വലിയ ഉപകാരം. ആ നിങ്ങളെ സാർ വിളിക്കുന്നു. ഇരിക്കൂ. സാറേ, ആ കേസിൻ്റെ കാര്യം എന്തുവായി? ഞങ്ങൾ വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. സാറേ, എൻ്റെ ഒരേ ഒരു മോളെ അപായപ്പെടുത്തിയിട്ടാണ് അവൻ നാട് വിട്ടിരിക്കുന്നത്. സാർ എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണം. ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ പിടികൂടാം. അവൻ്റെ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. ഓഹോ, ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അവൻ്റെ ഫോട്ടോ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്തോട്. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ആ ശരി സാർ, ചെയ്യാം. എന്നാൽ നിങ്ങളിപ്പോൾ പൊക്കോ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ശരി സാർ. വാ മോളെ, പയ്യെ. നോക്കി. എനിക്കെന്റെ മുഖം ഒന്ന് കാണണം. ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ?
വിനയൻ ചേട്ടൻ എന്നോട് വെറുപ്പാണോ? വെറുപ്പോ? എനിക്കോ? കുട്ടിക്കാലം മുതലേ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുക ഞാൻ നിന്നെ. എനിക്കെങ്ങനെയാടി നിന്നെ വെറുക്കാൻ പറ്റുന്നേ? നിന്റെ സൗന്ദര്യത്തെ അല്ലേ സ്നേഹിച്ച്, നിന്റെ മനസ്സിനെയാ. ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കിട്ടും നിന്നെ. ഞാനുണ്ട് നിന്റെ കൂടെ. മാമ, നിന്റെ ഈ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് നേരത്തെ കഴിഞ്ഞില്ലല്ലോടാ. എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. ഈ അവസ്ഥയിലും നിനക്ക് അവളെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് മാമ, ഒരുപാട് ഇഷ്ടമാണ്. ബിജു പരമേശ്വരൻ സ്പീക്കിംഗ്. സാറേ, വിനയനാണ് സാറേ. അരുണിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞു സാറേ. ശരി ശരി, ഓക്കെ. അരുണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വേഗം അവനെ പൊക്കണം. ഓക്കെ സാർ, ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. സാർ ആ ലൊക്കേഷൻ അയച്ചാൽ മതി. ഈ കൈ കൊണ്ടല്ലടാ പുല്ലേ അവളെ നീ കത്തിച്ച. ഇങ്ങോട്ട് വാടാ, വാടാ ഇങ്ങോട്ട്. അപ്പൊ ചേട്ടാ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചേട്ടൻ വന്ന ദിവസം നന്നായി. ഇന്ന് അവരുടെ രജിസ്റ്റർ മാരേജാ. അല്ല, ഇതൊക്കെ തിരക്കാൻ ചേട്ടനാരാ? ഞാൻ ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന ഒരാളാ. ഈ കഥ കേട്ടറിഞ്ഞപ്പം എനിക്കൊരു സിനിമയാക്കണമെന്നൊരാഗ്രഹം. ഇതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. നമുക്കിനിയും കാണാം. എൻ്റെ പേര് മടവൂർ ശ്രീകുമാർ. നാളത്തിലോടി കാണും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേലും ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ചെറുക്കന്മാരുടെ പിള്ളേര് മഹാകുസൃതിയാ. ഉമ്മ
അമ്മേ, അച്ഛനും അമ്മയും പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അതൊക്കെ അമ്മ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ അമ്മമ്മയുടെ അടുത്തോട്ടേയല്ലേ. നിധി, വിനയൻ അവൻ്റെ ഫിഷ് ഹബിൽ കാണും. കണ്ടിട്ട് പോണേ. ടാറ്റ വിടുമോളെ. നീ എവിടെ? ഓഫീസിലേക്കാ? അതെ ചേട്ടാ, നാളത്തേക്ക് ഒരു കേസ് ഞാൻ അപ്പിയറൻസിനായി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സീനിയർ സമ്മതിക്കുമോ എന്തോ. വിനയൻ ചേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതിലും വലിയ സാഹചര്യങ്ങൾ തരണം ചെയ്തവരാ നമ്മൾ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ശക്തമായ കരങ്ങളുമായി വിനയൻ ചേട്ടനുണ്ടല്ലോ. ഒരഗ്നി വീണാലൊന്നും ഞാൻ തോക്കില്ല. നീ ധൈര്യമായി പോയിട്ട് വാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. MC കേസ്. ഓ, ഈ കേസ് നാളത്തേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലേ? യെസ് സാർ. ഇത് നാളെ സബ്മിറ്റ് ചെയ്യേണ്ട കേസാണല്ലോ? യെസ് സാർ. വിവേക്, നാളെ തിരുവനന്തപുരം ജില്ലാ കോടതി മുമ്പാകെ നിലവിലുള്ള 2 പ്രധാന കേസുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നാളെ മിക്കവാറും എനിക്ക് ഈ കേസിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ കേസ് ആരാണ് നാളെ സബ്മിറ്റ് ചെയ്യുന്നത്? പുതുതായി വന്ന അഡ്വക്കേറ്റ് നിധിയാണ് ഈ കേസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിധി ഈ കേസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിധി പ്രിപ്പയർഡ് ആണ്. സാർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മിസ്റ്റർ വിവേക്, NS അസോസിയേറ്റ്സ് എന്ന ഈ സ്ഥാപനം ഒരു ബ്രാൻഡഡ് നെയിമാണ്. കക്ഷികൾ നമ്മളെ വിശ്വസിക്കുന്നത് കേസുകൾ കൃത്യമായും നമ്മൾ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ഇത്രയും സെൻസേഷണലായ ഒരു കേസ് ഇന്നലെ വന്ന ഒരു ജൂനിയറിനെ കൊണ്ട് പറയിപ്പിച്ച് തുലയ്ക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിവേകിന് എന്താ പ്രശ്നം? വിവേക് തന്നെ ചെയ്താൽ മതി. നാളെ ഈ കേസ് സബ്മിറ്റ് ചെയ്യുന്ന രീതി എനിക്കൊന്ന് പറഞ്ഞു തരണം. Respondent has committed inhuman atrocities against the petitioner. The entire atrocity had to happen due to denial of the criminal atrocities against the petitioner. The entire atrocities are happened due to the denial of... ഇങ്ങനെയാണോ ഈ കേസ് പ്രസന്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഛേ, എന്തൊരു കഷ്ടമാണിത്. ഇതാണോ ഒരു പ്രസന്റേഷൻ? സാർ, ഞാനൊന്ന് പ്രസന്റ് ചെയ്യാമെന്ന് പറയട്ടെ. സാർ ആകെ ദേഷ്യത്തില. നിധി ഒന്ന് സംസാരിച്ചു നോക്കൂ. സാർ മോർണിംഗ്. സാർ, നാളത്തെ കേസ് ഞാനൊന്ന് പ്രസന്റ് ചെയ്തോട്ടെ. മജിസ്ട്രേറ്റ് കോടതിയിൽ നാളെ ഇരിക്കുന്ന കേസിനെ കുറിച്ചാണോ താൻ സംസാരിക്കുന്നത്? അതൊക്കെ പ്രിപ്പയർ ചെയ്തോ? Petition, Your Honor. Petition is the Protection of Women from Domestic Violence Act, Your Honor. The marriage was solemnized on 21/12/2019, Your Honor. Petitioner is the legally wedded wife of the respondents, Your Honor. After the marriage, both of them residing at the same house, Your Honor. At the time of the marriage, 1 or 2 sovereigns of gold ornaments and 5 lakh rupees as given by the parents of the petitioner as a Pidru Swat Avakasha, Your Honor. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യുവർ ഓണർ, ഇനി ഇവിടെ ഒരു വിസ്മയോ ഉത്രയോ ഉണ്ടാവാൻ പാടില്ല. സോ പെറ്റീഷൻ മേ കൈൻഡ്ലി ബി അലൗഡ്. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. You should submit it. You can. കട്ട്. സൂപ്പർ.